കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണത്തിന്റെ ചക്രം തിരിക്കാനായി UDF തയ്യാറെടുക്കുമ്പോൾ വെറും ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണമല്ല, മറിച്ച് ജനകീയ അടിത്തറ ഇളക്കാൻ പോകുന്ന വിപ്ലവകരമായ ക്ഷേമ പദ്ധതികളാണ് കോൺഗ്രസ് അണിയറയിൽ ഒരുക്കുന്നത്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതിയുഗ യാത്ര സമാപിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന സുപ്രധാന രേഖയായി മാറും. അടുത്ത കാലത്തായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേടിയ വിജയങ്ങൾക്കെല്ലാം ഒരൊറ്റ സാമ്യമുണ്ട്. അത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പ്രഖ്യാപിക്കുന്ന ഗ്യാരണ്ടികൾ അഥവാ ഉറപ്പുകളാണ്. കർണാടകയിൽ സിദ്ധരാമയ്യയും DK ശിവകുമാറും തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡിയും പയറ്റിയ അതേ തന്ത്രം കേരളത്തിലും നടപ്പിലാക്കാനാണ് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. ഹരിയാനയിൽ ഈ തന്ത്രത്തിന് ചെറിയ തിരിച്ചടി നേരിട്ടെങ്കിലും കേരളത്തിലെ സാമൂഹിക സാഹചര്യം പരിഗണിക്കുമ്പോൾ ക്ഷേമ പദ്ധതികൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതിയുടെ വിലയിരുത്തൽ. യാത്രക്കാരുടെ സമാപനത്തിൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് വലിയ വാഗ്ദാനങ്ങൾ വെക്കുന്ന രീതിയാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ സംസ്ഥാനത്തുടനീളം സഞ്ചരിച്ച് ജനങ്ങളുടെ നാടിവീട് പറഞ്ഞതിനു ശേഷമാണ് ഈ പദ്ധതികൾക്ക് UDF അന്തിമ രൂപം നൽകിയിരിക്കുന്നത്. പുതിയുഗ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുന്ന 3 മുതൽ 4 വരെ പ്രധാന പദ്ധതികളാണ് വോട്ടർമാരെ വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ സർക്കാരും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും വിജയകരമായി നടപ്പിലാക്കിയ പദ്ധതിയാണിത്. കേരളത്തിൽ UDF അധികാരത്തിലെത്തിയാൽ സർക്കാർ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുമെന്ന പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബ ബഡ്ജറ്റിനെ നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പദ്ധതി സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണ ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പ്രത്യേക സ്കോളർഷിപ്പ് പദ്ധതികൾ UDF ആലോചിക്കുന്നുണ്ട്. ഇതിനു പുറമെ യുവാക്കളെ ആകർഷിക്കാൻ തൊഴിൽ വൈദഗ്ധ്യ പരിശീലനവും സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്ന പദ്ധതികളും രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇടതു സർക്കാർ വലിയ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നതാണ് ക്ഷേമ പെൻഷനുകൾ. എന്നാൽ ഇതിന്റെ വിതരണത്തിൽ വരുന്ന കാലതാമസം പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നതിലുപരി അത് മാസാവസാനം കൃത്യമായി വീട്ടിലെത്തിക്കുമെന്ന ഗ്യാരണ്ടി UDF മുന്നോട്ട് വെക്കും. കേവലം പ്രഖ്യാപനങ്ങൾ എന്നതിലുപരി ഓരോ പദ്ധതിക്കും ആകർഷകമായ പേര് നൽകി അത് വോട്ടർമാരുടെ മനസ്സിൽ എത്തിക്കാനാണ് നീക്കം. ഉദാഹരണത്തിന് സ്ത്രീ സൗഹൃദ പദ്ധതിക്ക് മഹിളാ ഭാഗ്യ എന്നോ അല്ലെങ്കിൽ കേരളത്തിന് തനിമയുള്ള മറ്റൊരു പേരോ നൽകിയേക്കും. പദ്ധതികൾ ബ്രാൻഡ് ചെയ്യുന്നതിലൂടെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അത് വലിയ ചർച്ചയാക്കി മാറ്റാൻ സാധിക്കും. എല്ലാ വിഭാഗങ്ങൾക്കും സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിനോട് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇപ്പോഴും വിയോജിപ്പുണ്ട്. കേരളത്തിന്റെ ഇപ്പോഴത്തെ കടക്കണിയും സാമ്പത്തിക പ്രതിസന്ധിയും പരിഗണിക്കുമ്പോൾ ഇത്തരം പദ്ധതികൾ പ്രായോഗികമാണോ എന്ന ചോദ്യം ഇവർ ഉയർത്തുന്നു. അധിക ഭാരം ഖജനാവിന് താങ്ങാൻ കഴിയില്ലെന്ന വാദം ഉയരുന്നതിനിടയിലും അധികാരം തിരിച്ചുപിടിക്കാൻ ജനകീയ തന്ത്രങ്ങൾ അനിവാര്യമാണെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് മുൻപായി വരുന്ന മണിക്കൂറുകളിൽ മുതിർന്ന നേതാക്കൾ തമ്മിലുള്ള അന്തിമഘട്ട ചർച്ചകൾ നടക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ പദ്ധതികൾ അവതരിപ്പിക്കാം എന്നതിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഭരണകക്ഷിയായ LDF ഇതിനോടകം തന്നെ പുതിയ പാലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും ഉദ്ഘാടനങ്ങളുമായി വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടുകയാണ്. കിഫ്ബി വഴിയുള്ള വികസനവും സിൽവർ ലൈൻ ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികളും ചർച്ചയാവുമ്പോൾ നേരിട്ടുള്ള ഗുണഭോക്തൃത്വ പദ്ധതിയിലൂടെ അതിനെ നേരിടാനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. കരുണാകരന്റെയും ഉമ്മൻചാണ്ടിയുടെയും ഭരണകാലത്തെ വികസന നേട്ടങ്ങളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകും. കേരളത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും വലിയ ഊർജം രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം നേരിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ വോട്ടർമാർക്കിടയിൽ വലിയ വിശ്വസ്തതയും ഉണ്ടാക്കുന്നു. കർണാടകയിലും തെലങ്കാനയിലും രാഹുൽ ഗാന്ധി നടത്തിയ പ്രഖ്യാപനങ്ങൾ വെറും വാക്കുകളല്ലെന്നും അത് നടപ്പിലാക്കാനുള്ളതാണെന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ UDF സൈബർ വിങ്ങും തയ്യാറായി കഴിഞ്ഞു. പുതുയുഗ യാത്രയുടെ സമാപനം കേരള രാഷ്ട്രീയത്തിലെ ഒരു വഴിത്തിരിവായിരിക്കും. വികസനവും ക്ഷേമവും തമ്മിലുള്ള മത്സരത്തിനാണ് വരും മാസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇടതുമുന്നണിയുടെ ഭരണ തുടർച്ചാ മോഹങ്ങൾക്ക് തടയിടാൻ കോൺഗ്രസിന്റെ ഈ ഗ്യാരണ്ടി കാർഡുകൾ എത്രത്തോളം സഹായിക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ മനസ്സിൽ എപ്രകാരം ഇടം പിടിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വരാനിരിക്കുന്ന നിയമസഭയിലെ അധികാര കസേരകൾ.